സീരിയസ് ആയ ഓപ്പറേഷൻ ഒന്നും അല്ലെന്നാ ഉണ്ണിത്താനങ്ങൾ പറഞ്ഞത്. എനിക്ക് പേടിയൊന്നുമില്ല മമ്മി. നാട്ടിലെത്തിയാലും മോൻ എന്നും അമ്പലത്തിൽ പോണട്ടോ. എന്റെ ആൾമാറാട്ട അവന്മാര് പിടിച്ച അവന്മാർ എന്നെ കയറി ചാമ്പോ സാറേ. ചാമ്പവും കീമ്പൊന്നും ഇല്ലടോ. എന്റെ കൂടെ കരിയമ്പായി വരുന്നില്ലേ? എന്റെ പിന്നിലുള്ള ഈ തടി മാത്രമാണ് എന്റെ ബലം. കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന എന്റെ പെങ്ങൾക്ക് വേണ്ടിയാ ഞാനിതിനെല്ലാം കൂട്ടുനിന്നത്. അപ്പൊ എന്റെ ഏട്ടനെ തട്ടിക്കൊണ്ടുവരാൻ നീ കൂട്ടുനിന്നതും കാശിന് വേണ്ടി തന്നെയാണല്ലേ? പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു പറ. വിശദ പരിശോധനയിൽ എന്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ലെന്ന് ഉണ്ണിത്താൻ ഡോക്ടർക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. എന്റെ കള്ളക്കളി വെളിച്ചത്തായാൽ എല്ലാവരും ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ഞാൻ കരിമ്പായിയോട് പറഞ്ഞു. അതനുസരിച്ച് കരിമ്പായിയാണ് ഡോക്ടർ തട്ടിക്കൊണ്ടുപോയത്. യാദൃച്ഛികമായി നിങ്ങൾ ഡോക്ടർ തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്ത ദിവസം തന്നെയാണ് കരിമ്പായിയും തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ഇട്ടത്. അമ്മാവൻ അവരെങ്ങോട്ടാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്? എനിക്കറിയില്ല. സത്യം പറ. സത്യമായിട്ടും എനിക്കറിയില്ല. ശരി, നിന്റെ കരിമ്പായി ഇപ്പൊ എവിടെ ഉണ്ട്? അവനെല്ലാം പറഞ്ഞു അല്ലേ? കള്ളപ്പന്നി. എനിക്ക് അന്നേ അവനെ സംശയം ഉണ്ടായിരുന്നു. ഇനി ഏതായാലും അവനങ്ങനെ കറങ്ങി നടക്കണ്ട. സാബ് അവന് വേണ്ട. അവൻ ഇങ്ങോട്ട് കൊണ്ടുപോവാ ജീവനോടെ. പണ്ട് ഏറ്റി കൊല്ലാനാണ് ഇവരുടെ പ്രോഗ്രാം. അങ്ങനെ ആയിക്കൂടായില്ല. ഞാൻ വീണേ ആണ്ട് വരുന്നു. നിക്കണവിടെ ഞാനും അയ്യോ പിടിച്ചോ. ഒന്നും ചെയ്യല്ലേ, കൊല്ലല്ലേ. തട്ടിക്കൊണ്ടുപോകാൻ വന്നവനെ കണ്ടിട്ടും തിരിച്ചറിഞ്ഞില്ലേ? നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോ? അപ്പോ നമ്മൾ ഈ ചെയ്തെല്ലാം വെറുതെ ആയി പോവില്ലേ? അണ്ണാ തലയിലൊരു തട്ടുകൊടു. നിലവിളിക്കാതെ കാര്യം പറയാനപ്പാ. എന്താ പിടിച്ചോണ്ട് പോയി. പക്ഷെ എന്നെയും പൊക്കിക്കൊണ്ടുപോയ ശ്രമം നടത്തി. പക്ഷെ ഞാനുണ്ടല്ലോ, മാരുതി വേൻ ഇടത്തോട്ട് ഓടിയപ്പോ ഞാൻ വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് ഓടി. മാരുതി ഇടത്തോട്ട് ഓടിയപ്പോ ഞാൻ വലത്തോട്ട് ഓടി. പിന്നെ ഞാൻ റോഡിന്റെ നടുക്കൂടെ ഓടി. അതിനുശേഷം പിന്നെ ഓർമ്മയില്ല. ഈ ഓട്ടത്തിലൂടെ കർണാടക എങ്ങനെ പിടിക്കപ്പെട്ടത്? അണ്ണൻ എന്റെ അത്രയും സ്റ്റാമിന ഇല്ലല്ലോ. തടി കൂടുന്തോറും സ്പീഡ് കുറയും. അതാ അണ്ണന് പറഞ്ഞാൽ മനസ്സിലാവൂല. അതുകൊണ്ടല്ലേ ഞാൻ എന്റെ ബോഡി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത്. അയ്യോ അവന്മാര് പോവുക ചെയ്യും. നമുക്ക് വീട്ടിൽ വരെ അറിയിക്കാം. അവന്മാര് എന്റെ ചീട്ട് കീറും. അതുകൊണ്ട് എങ്ങനെ ടിക്കറ്റ് എടുത്ത് എന്റെ നാട്ടിൽ അയച്ചാൽ മതി. ഒന്ന് പറയണ്ട, ഒന്ന് വലിയ വീടല്ലേ? ഇവിടെ എല്ലാത്തിനും ഉള്ള സൗകര്യമുണ്ടോ? ഒന്നുമില്ലേ? ആ സ്ഥലം കാണാം. ചേട്ടാ കണ്ടില്ലേ? എത്തിയതല്ലേ, എത്തിച്ചതാ. അതൊക്കെ വേദനിക്കുന്നു. എല്ലാരും പിടിച്ചുകിട്ടാൻ നീക്കുന്ന കരാറെടുത്തിരിക്കണം. 2 ദിവസത്തിനുള്ളിൽ കാശിന്റെ കാര്യം തീരുമാനമായില്ലെങ്കിൽ രണ്ടിനെയും കസേര അടക്കം കടലെറിയും. കരുണ പറഞ്ഞു നീ കേട്ടോടാ. ചേട്ടൻ എന്നാ കല്യാണത്തിന് സമ്മതിച്ചിരുന്നേ? ഇങ്ങനെ വരിഞ്ഞു കെട്ടി ഇരിക്കേണ്ടി വരുമായിരുന്നോ? കല്യാണോ ഈ കെട്ടിവരലും തമ്മിൽ എന്താടാ ബന്ധം? അല്ലെങ്കിൽ തന്നെ എന്നെ കെട്ടിയിട്ടാലും കടലിൽ താഴ്ത്തിയാലും ഞാൻ ഈ കല്യാണത്തെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ചേട്ടൻ ആ തമ്പിയെ വെറുതെ തെറ്റിദ്ധരിച്ചതാ. അങ്ങേരോട് ഹരി സംസാരിച്ചു. ചേട്ടൻ കൊടുത്ത 2 ലക്ഷം രൂപ അങ്ങേർക്ക് വേണ്ടി അല്ല വാങ്ങിയത്. അങ്ങേരുടെ അളിയന്റെ വീട് ജപ്തിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി വാങ്ങിയതാ 2 മാസത്തെ കാലാവധിക്ക്. തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അളിയൻ തട്ടിപ്പോയി. ഏട്ടാ തട്ടിപ്പോയിക്കോട്ടെ. പക്ഷെ എന്റെ വാങ്ങിയ 2 ലക്ഷം രൂപ തിരിച്ചറിയാനുള്ള ബാധ്യത നമ്പിക്കൊണ്ടല്ലോ. അതുകൊണ്ട് അതുകൊണ്ടാണല്ലോ നമ്മുടെ മേഘയെ സ്ത്രീധനം പോലും വാങ്ങിക്കാതെ അങ്ങേരുടെ മോനെ കൊണ്ട് കെട്ടിക്കാവുന്ന സമ്മതിച്ചത്. ആണോ? കരുണോ, ഈ കെട്ടൊന്നും അഴിക്കാൻ വല്ല പണിയുണ്ടോടാ? ഒരു കാര്യം ചെയ്യാം, ചേട്ടൻ ഇതൊന്നും അഴിച്ചെന്ന് ഞാൻ അതായി
ആദ്യം ചെല്ല്. ഇങ്ങനെ പേടിച്ചിട്ടെന്താ നീ ചെല്ലേ പേടിയെന്താ? നീ ചെല്ല് ആദ്യം. ഒരു വീട്ടിൽ വന്ന മര്യാദ വേണം. മര്യാദയുടെ കാര്യം നിക്ക്. ചെല്ല്. മര്യാദ ബെല്ലടിക്ക്. അടിക്കട്ടെ. നോക്കി മനുഷ്യനെ കൊല്ലാൻ വെച്ചിരിക്കുന്ന സ്വിച്ചാ. ആ ഇങ്ങ എത്തിയോ? അന്തനെ കാണാനില്ല. എന്താ? അന്ധൻ അവന്റെ അരുവിക്കരയുള്ള വീട്ടിലേക്ക് പോയിരിക്കുക. കഴിഞ്ഞ ദിവസം തന്നെ നിന്റെ അമ്മാവൻ ഇവിടെ എത്തിക്കാന്ന് പറഞ്ഞു പോയിട്ട് എന്തായി? എന്നിട്ട് ഈ വീട്ടിൽ കാലം ഹരിക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇപ്പോഴും ധൈര്യം ഉണ്ടായിട്ടല്ല അമ്മായി. അതെ, കരുണേട്ടനെയും അവര് തട്ടിക്കൊണ്ടുപോയി. ഇപ്പോഴെങ്കിലും അമ്മാവനെ തട്ടിക്കൊണ്ടുപോയത് ഞങ്ങളല്ലെന്ന് അമ്മായിക്ക് ബോധ്യമായല്ലോ. അടുത്തിനി അവരാരാണോ തട്ടിക്കൊണ്ടുപോകാൻ പോണേ. അയ്യോ, അവരെ ഉടനെ ഇവിടെ എത്തിക്കാൻ പറ്റുമോ മോനെ? ഹലോ, രണ്ടാമത്തെ തവണയാണ് ഞാൻ വിളിക്കുന്നത്. കരീംബായി 3 തവണയെ ഒരാളെ വിളിക്കാറുള്ളൂ. അത് അവസാനത്തെ വിളിയായിരിക്കും. പറഞ്ഞ തുക, അതായത് 5 ലക്ഷം ഞാൻ പറഞ്ഞ സ്ഥലത്തെത്തിക്കാൻ വേണ്ടി രാത്രി ഒരിക്കൽ കൂടി വിളിക്കും. അനിയത്തിക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ, മനസ്സിലായില്ലെങ്കിൽ ഡാഡി വീട്ടിലേക്ക് തിരിച്ചു വരലുണ്ടാവില്ല. എന്താ മോളെ, ആരാ വിളിച്ചത്? ആരാണ് വിളിച്ചതെന്ന്? അയാള് തന്നെ. കാശ് കൊടുത്തില്ലെങ്കിൽ അച്ഛനെ തിരിച്ചു കിട്ടില്ലെന്ന്. എന്റെ മോള് കരയാതിരിക്കും. അച്ഛനേക്കാൾ വലുതല്ലല്ലോ പൈസ. ഇനി അയാൾ ഫോൺ ചെയ്യുകയാണെങ്കിലേ കൊടുക്കാന്ന് പറ. എന്ത് മണ്ടത്തിലാണ് അമ്മായി പറയുന്നത്? 5 പൈസ ചെലവാക്കാതെ അമ്മാവനെ ഞങ്ങൾ ഇവിടെ കൊണ്ടെത്തിക്കാം. അതെ, ഹരി പറഞ്ഞത് വളരെ കറക്റ്റ്. അമ്മാവനെ രക്ഷിക്കാൻ കാശൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. എന്തിനും തയ്യാറായിട്ട് ഞങ്ങൾ കണ്ടുവരില്ല ഇവിടെ. അങ്ങനെ എന്തിനും തയ്യാറാവണ്ട. ഇത്രയും നാൾ ഒന്നും ചെയ്തില്ലല്ലോ. ഇനി ഈ കാര്യം ഞങ്ങളെ നോക്കിക്കോളാം. എന്റെ മോള് കരയണ്ട. ഇനി അയാൾ വിളിച്ചാ പറ, പൈസ ഉടനെ കൊടുക്കാന്നു. ഇനി എത്ര നാളത്തേക്കാണാവോ ഈ ശിക്ഷ? ഇന്ന് രാത്രിയോടെ എല്ലാം തീരുമെന്ന് പറഞ്ഞാൽ കെട്ടഴിച്ചു വിടുവോ? കെട്ടഴിക്കേണ്ടി വരില്ല. കെട്ടോടെ കടലിൽ താക്കാനാ സാധ്യത. അനിയത്തിയല്ലേ? ഇത് കരീംബായിയുടെ 3ാമത്തെയും അവസാനത്തേതുമായ വിളിയാണ്. എനിക്കിപ്പോൾ വേണമെങ്കിൽ 10 ലക്ഷം ആവശ്യപ്പെടാം. കാരണം 2 തലകളാണ് ഇപ്പോൾ എന്റെ മുന്നിലുള്ളത്. ഒരിക്കലും ദുരാഗ്രഹം പാടില്ലെന്നാണ് എന്റെ ബോസ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുൻപ് ആവശ്യപ്പെട്ട 5 ലക്ഷം മാത്രമേ ഇപ്പോഴും ചോദിക്കുന്നുള്ളൂ. അവസാനത്തെ രാത്രി ആയതുകൊണ്ട് ഡാഡിക്ക് സംസാരിക്കാൻ ഒരു അവസരം ഞാൻ കൊടുക്കാം. മോളോട് സംസാരിച്ചോളൂ. മോളെ, അച്ഛനോ? ബോംബെയിലെ അങ്കിളിന് കൊടുക്കാൻ വേണ്ടി രമേശനെ ഏൽപ്പിക്കാനുള്ള 5 ലക്ഷം അച്ഛന്റെ ബ്യൂറോയിലുണ്ട്. താക്കോലോ അത് ദാക്ഷായണിയുടെ നിന്ന് വാങ്ങിച്ച് നീ പണം എടുത്ത് ഈ പറയുന്ന സ്ഥലത്ത് എത്തിച്ചാ മതി. ശരി അച്ഛാ. പണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ 2 എണ്ണത്തിനെയും വീട്ടിലെത്തിച്ചിരിക്കും. സംശയ ഇനി പണം ഏത് സമയത്ത് എവിടെ എത്തിക്കണമെന്ന കാര്യം ഞാൻ പറയാം.